ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നമുക്കറിയാം. ഏകദേശം 30 ക്വസ്റ്റ്യനുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു SSAG ഹബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം. കേട്ടറ്റ് എക്സാമിനേഷൻ അതുപോലെ സെറ്റ് എക്സാമിനേഷൻ പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. സോ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക. ഓക്കെ, സർവീസിലുള്ളവർക്ക് ഇപ്പോൾ സ്പെഷ്യൽ കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 3 സോഷ്യൽ സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 ക്വസ്റ്റ്യനോളം. വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാണുക, എന്നിട്ട് ഈ ഒരു വീഡിയോ കാണാൻ പറ്റുള്ളൂ. 31ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ക്ലാസ് റൂം ട്രാൻസിഷൻ, എ ടീച്ചർ ഡിസൈഡ്സ് ടു മൂവ് അവേ ഫ്രം യൂസിംഗ് എ ഫിക്സ്ഡ് ടെക്സ്റ്റ് ബുക്ക് ആസ് ദി സോൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. Instead, the teacher encourages students to bring in raw data, newspaper clippings, and primary sources to investigate a local environmental issue. The students' progress is evaluated not through a final exam, but by observing their ability to analyze these sources and justify their conclusion over time. This instructional shift fundamentally demonstrates that in a constructivist classroom. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷണൽ ഷിഫ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു ടീച്ചർ സെൻറ്റേഡ് ക്ലാസ് റൂമിൽ നിന്നും കൺസ്ട്രക്റ്റിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവിടെ കുട്ടികളെ അസസ് ചെയ്യുന്നത്. അസസ്മെൻറ്റ് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ലേണിംഗ് പ്രോസസ് ആൻഡ് ഫോക്കസസ് ഓൺ സ്റ്റുഡൻസ് വർക്ക് ആൻഡ് ഒബ്സർവേഷൻ. ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം എന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും ഫോക്കസ് എന്ന് പറയുന്നത് സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് കരിക്കുലമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ. ഈ സ്കൂൾ ഇൻസ്പെക്ടർ ഒബ്സർവ്സ് 2 classrooms. In classroom A, students are working silently on identical worksheets following a fixed curriculum, and the teacher is the sole source of information. In classroom B, students are working in small groups using primary sources to investigate a topic, and the teacher is moving between groups to facilitate their process. അപ്പോൾ 2 ക്ലാസ് റൂമിൻ്റെ കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദി കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫിലോസഫി എഡ്യൂക്കേഷൻ, ഹൗ ഡു ദീസ് ക്ലാസ് റൂം കമ്പയർ ഇൻ ടേംസ് ഓഫ് ദെയർ കോർ എഡ്യൂക്കേഷണൽ അപ്രോച്ച്. അപ്പോൾ 2 ക്ലാസ് റൂമിലുള്ള അനുഭവം എങ്ങനെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനിൽ കാണുന്നത്. ഇവിടെ 1ാമത്തെ ഓപ്ഷൻ പറയുന്നത് ക്ലാസ് റൂം എ എന്ന് പറയുന്നത് മോർ എഫക്റ്റീവ് ബിക്കോസ് ഇറ്റ് ഫോളോസ് എ ലീനിയർ കരിക്കുലം ദാറ്റ് ഫോക്കസ് ഓൺ ബേസിക് സ്കിൽ. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു ലീനിയർ കരിക്കുലം ഫോളോ ചെയ്യുന്ന ബേസിക് സ്കില്ല് മാത്രം അക്വയർ ചെയ്യാനുള്ള ഒരു ക്ലാസ് റൂമായിട്ടാണ് പറയുന്നത്. ക്ലാസ് റൂം ബി എന്ന് പറയുന്നത് ഇസ് ലെസ് സ്ട്രക്ചേർഡ് ബിക്കോസ് സ്റ്റുഡൻസ് ആർ നോട്ട് ഫോളോയിങ് എ സിംഗിൾ ടെക്സ്റ്റ് ബുക്ക്. ക്ലാസ് റൂം എ വ്യൂസ് സ്റ്റുഡൻസ് ആസ് എംപ്റ്റി വെസൽസ് ടു ബി ഫിൽഡ് വിത്ത് ഫാക്ട്സ്. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആൻസർ വരുന്നത്. ക്ലാസ് റൂം എ വ്യൂസ് സ്റ്റുഡൻസ് ആസ് എംപ്റ്റി വെസൽസ് ടു ബി ഫിൽഡ് വിത്ത് ഫാക്ട്സ്, വെറാസ് ക്ലാസ് റൂം ബി വ്യൂസ് ദം ആസ് ആക്റ്റീവ് തിങ്കേഴ്സ് ഹു കൺസ്ട്രക്ട് ദെയർ ഓൺ മീനിങ്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റുഡൻസ് working in a small groups using primary sources to investigate a topic, and the teacher is moving between groups to facilitate. ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ. ടു ഫോസ്റ്റർ ക്രിയേറ്റീവ് തിങ്കിങ് ഇൻ എ ക്ലാസ് റൂം, ഹൗ ഷുഡ് എ ടീച്ചർ റെസ്പോണ്ട് ടു ഈ സ്റ്റുഡൻസ് യുണീക്ക് പോയിന്റ് ഓഫ് വ്യൂ ദാറ്റ് ഡിഫേഴ്സ് ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് നടക്കുന്ന ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ എങ്ങനെയായിരിക്കും ഒരു കുട്ടിയുടെ യുണീക്ക് പോയിന്റ് വ്യൂ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് വാല്യൂ ഇറ്റ് ആസ് എ ക്രിറ്റിക്കൽ വെഹിക്കിൾ ഫോർ ദ സ്റ്റുഡൻറ്റ് ടു കൺസ്ട്രക്ട് ദെയർ ഓൺ യുണീക് മീനിങ് ആൻഡ് ഐഡിയാസ്. രണ്ടാമത് കറക്റ്റ് ഇറ്റ് ഇമീഡിയറ്റ്ലി ടു എൻഷുർ ദ സ്റ്റുഡൻസ് ഡസ് നോട്ട് ഡെവലപ്പ് എനി മിസ്കൺസെപ്ഷൻസ്. സി പറയുന്നത് ഡിസ്കറേജ് ഇറ്റ് ടു മെയിൻറ്റെയിൻ ദി ഫോക്കസ് ഓൺ മാസ്റ്ററിംഗ് ദി ബേസിക് സ്കിൽസ് ഓഫ് ദി കരിക്കുലം. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് പറയുന്നത് ഓപ്ഷൻ ഡി നോക്കാം. ഇഗ്നോർ ഇറ്റ് അൺലെസ് ദി സ്റ്റുഡൻറ്റ് ക്യാൻ പ്രൂവ് ഇറ്റ് മാച്ചസ് ദി ടീച്ചേഴ്സ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് പറയുന്നത് ഓപ്ഷൻ സി ആണ്. Discourage it to maintain the ഓപ്ഷൻ എ ആണ്. വാല്യൂ ഇറ്റ് ആസ് എ ക്രിറ്റിക്കൽ വെഹിക്കിൾ ഫോർ ദ സ്റ്റുഡൻറ്റ് ടു കൺസ്ട്രക്ട് ദെയർ ഓൺ യുണീക് മീനിങ് ആൻഡ് ഐഡിയാസ്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റുഡൻസ് ഫ്രം യൂസിങ് ലേണിംഗ് ടാക്ടിക്സ്. ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് സ്ട്രാറ്റജി ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഫോർ ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് സ്റ്റേ ഫോക്കസ്ഡ് ഓൺ ദി ടാസ്ക്. അപ്പോൾ ഇവിടെ ആൻസർ കൊടുക്കുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രൊവൈഡിങ് ഫ്രീക്വൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ടു റെസ്പോണ്ട്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വെയ്നേഴ്സ് ആട്രിബ്യൂഷൻ തിയറി, വാട്ട് ആർ ദ 3 dimensions ഓഫ് ആട്രിബ്യൂഷൻ ഫോർ സക്സസ് ഓർ ഫെയിലിയർ. വെയ്നറിൻ്റെ ഒരു കോൺസെപ്റ്റിൽ
3 ഡയമെൻഷൻസ് ഉണ്ട് എന്തിന് സക്സസ് ഓർ ഫെയിലിയർ. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ലോക്കസ്, സ്റ്റെബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. 36ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ജെ പി ഗിൽഫോർഡ്സ് മോഡൽ ഓഫ് ഇൻ്റലക്ട് ദി ഡയമെൻഷൻ ഓഫ് ഓപ്പറേഷൻ റെഫേഴ്സ് ടു. ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ മോഡൽ ഓഫ് ഇൻ്റലക്ട് വെച്ചിട്ട് ഓപ്പറേഷൻ എന്ന ഡയമെൻഷൻ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് തിങ്കിങ് ഓർ ദ വേ ഓഫ് പ്രോസസ്സിംഗ് ഇൻഫർമേഷൻ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് പറയുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സ്പിയർമാൻസ് 2 ഫാക്ടർ തിയറി, സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി അനുസരിച്ച് എസ് അതുപോലെ ജി 2 ഫാക്ടേഴ്സാണ് അദ്ദേഹം പറയുന്നത്. എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഫാക്ടറും ജി എന്ന് പറയുന്നത് ജനറൽ ഫാക്ടറുമാണ്. അപ്പോൾ ഇവിടെ ജി ഫാക്ടർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ്, ജി ഫാക്ടർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ, എ ജനറൽ മെൻ്റൽ എനർജി ദാറ്റ് റൺസ് ത്രൂ ഓൾ ഡിഫറെൻറ്റ് ഇൻ്റലക്ച്വൽ ടാക്സ്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, എ ടീച്ചർ നോട്ടീസസ് ദാറ്റ് എൻ അഡോളസെൻറ്റ് സ്റ്റുഡൻറ്റ് ഈസ് becoming rebellious, group parental advice and spending excessive time with a specific group of friends. This behavior is primarily a result of. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് പറയുന്നത്, ഡ്രിഫ്റ്റ് ഫ്രം പാരൻ്റൽ കൺട്രോൾ ആൻഡ് എ സ്ട്രോങ് സെൻസ് ഓഫ് ലോയൽറ്റി ടുവേർഡ്സ് പിയർ ഗ്രൂപ്പ്. കുട്ടികളെ ഒരു ടീനേജ് പ്രായമൊക്കെ ആകുമ്പോൾ പിയർ ഗ്രൂപ്പിനോടായിരിക്കും അത്രയും ഇൻട്രാക്ഷൻ വരുന്നതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ടീച്ചർ ആക്ടിങ് ആസ് എ ഡെമോക്രാറ്റിക് ലീഡർ ഇൻ എൻ അഡോളസെൻറ്റ് ക്ലാസ് റൂം വുഡ്. ഓപ്ഷൻ എ മേക്ക് ഓൾ ഡിസിഷൻ ഇൻഡിപെൻഡൻ്റ്ലി ടു സേവ് ക്ലാസ് റൂം ടൈം. ഓപ്ഷൻ ബി അലോ സ്റ്റുഡൻസ് ടു ഫങ്ഷൻ വിതൗട്ട് എനി ഗൈഡൻസ് ഓർ സ്ട്രക്ചർ. ഓപ്ഷൻ സി ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് വാല്യൂ ദെയർ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട്. ഓപ്ഷൻ ഡി ഫോക്കസ് ഓൺലി ഓൺ ദി നീഡ്സ് ഓഫ് ഹൈ അച്ചീവിംഗ് സ്റ്റുഡൻസ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസറായിട്ട് പറയുന്നത്. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് ലീഡറാണ്. അപ്പോൾ ഒരു അഡോളസെൻറ്റ് ക്ലാസ് റൂമിൽ എങ്ങനെയായിരിക്കും? ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് വാല്യൂ ദെയർ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ആൻഡ് സെൽഫ് റെസ്പെക്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 40ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടി കാറ്റഗറി 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 40 ക്വസ്റ്റ്യനാണ് സൈക്കോളജി ചോദിക്കുക. 40ാമത്തെ ക്വസ്റ്റ്യനാണ് ഇവിടെ സൈക്കോളജിയിൽ പറയാൻ പോകുന്നത്. എ ടീച്ചർ വാണ്ട്സ് ടു മൂവ് അവേ ഫ്രം ട്രഡീഷണൽ ഇൻസ്ട്രക്ഷൻ ടു പ്രൊമോട്ട് ഒറിജിനാലിറ്റി ആൻഡ് ആക്റ്റീവ് തിങ്കിങ്. ഇൻസ്റ്റെഡ് ഓഫ് അസൈനിങ് എ ചാപ്റ്റർ ടു റീഡ്, ദി ടീച്ചർ പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് റോ ഡാറ്റ ആൻഡ് പ്രൈമറി സോഴ്സസ് ആൻഡ് ആസ്ക് ദം ടു ഐഡൻറ്റിഫൈ എ പ്രോബ്ലം ആൻഡ് പ്രൊപ്പോസ് എ സൊല്യൂഷൻ. വാട്ട് ഈസ് ദ പ്രൈമറി ബെനിഫിറ്റ് ഓഫ് ദിസ് ഷിഫ്റ്റ്? അപ്പോൾ ഇവിടെ ആൻസറായിട്ട് പറയുന്നത്, ഇറ്റ് എൻകറേജസ് സ്റ്റുഡൻസ് ടു ബി ആക്റ്റീവ് തിങ്കേഴ്സ് ഹൂ സിന്തസൈസ് ഇൻഫർമേഷൻ ടു ക്രിയേറ്റ് ന്യൂ നോളജ്. ആൻസറായിട്ട് പറയുന്നത്, ഇറ്റ് എൻകറേജസ് സ്റ്റുഡൻസ് ടു ബി ആക്റ്റീവ് തിങ്കേഴ്സ് ഹൂ സിന്തസൈസ് ഇൻഫർമേഷൻ ടു ക്രിയേറ്റ് ന്യൂ നോളജ്. ഇത്രയാണ് 40 ക്വസ്റ്റ്യന് നമ്മൾ സൈക്കോളജി പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കേട്ടിട്ട് എഴുതാൻ പോകുന്നവർക്കും കേട്ടിട്ട് സർവീസിലുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.